ഈശ്വരകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ പൗലോസിലെ കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലുള്ള വചനങ്ങളാണ്. ഇവിടെ പൗലോസിലെ പറയുകയാണ്, എന്നെ കുറിച്ച് അഭിമാനിക്കണമെങ്കിൽ സ്വന്തം ബലഹീനതകളിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല എന്ന് പറയുകയാണ്. കാരണം എന്താണെന്ന് കൂടി പൗലോസിലെ ഇത്തിരി കഴിയുമ്പോൾ പറയുന്നുണ്ട്. പൗലോസിലെ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ അധികം അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ഹൃദയത്തിൽ എനിക്കൊരു മുള്ള് നൽകപ്പെട്ടു. ആ മുള്ള് മാറിപ്പോകുന്നതിന് വേണ്ടി 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഈശോ ഈ പൗലോസിനോട് പറയുകയാണ്, ആ മുള്ള അവിടെ ഇരുന്നോളട്ടെ. കാരണം എന്താണ്? നിന്റെ ബലഹീനതയാണ് എന്റെ കൃപ പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന് പറയുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസിലെ ആദ്യം തന്നെ പറയുന്നത്, എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ അഭിമാനിക്കാനുണ്ടെങ്കിൽ എന്റെ ബലഹീനതകളെ കുറിച്ചാണ് ഞാൻ അഭിമാനിക്കുക എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലേഖനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ചിന്തിച്ചു നോക്കാം. എന്റെ ബലഹീനതകളെ കുറിച്ച് നിരാശപ്പെട്ടിരിക്കുകയാണോ ഞാൻ, അതോ പൗലോസിലെ പോലെ അഭിമാനം കൊള്ളുകയാണോ? കാരണം എന്താണ്? എനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബലഹീനത ഉണ്ടെങ്കിലാണ് ഞാൻ ആ ബലഹീനതയെ ചൊല്ലി ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ ബലഹീനതകളെ പ്രതി ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എനിക്ക് കൃപ നൽകും എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസിലെ പോലെ നമുക്കും പറയാനായിട്ട് സാധിക്കണം, എന്റെ ബലഹീനതയെ ഞാൻ നിരാശപ്പെടുകയല്ല, മറിച്ച് ബലഹീനതയെ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം എന്താണ്? ആ ബലഹീനതകളെ പ്രതി ദൈവത്തിന്റെ കൃപ എനിക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മളൊരു ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബലഹീനതകളെ കർത്താവിന് സമർപ്പിച്ച് കർത്താവിന്റെ കൃപ സ്വീകരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.